നിങ്ങൾ ഇവിടെ മിണ്ടാതെ നിന്നോണം. ഇവരെല്ലാരും കൂടി ചേർന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പ്രതികരിക്കുന്നത് അതിനുശേഷം മതി. മനസ്സിലായല്ലോ? മിത്രേ, നിന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏടത്തെ അപമാനിച്ചവരുടെ കൂട്ടത്തിൽ താനും ഉണ്ടോ? എന്റെ പേര് വേട്ടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കണ്ട ആളാ. ആനന്ദേട്ടൻ പറയുന്നത് ശരിയാ. മനുഷ്യരെ വിശ്വസിക്കരുത്. സാരമില്ല, പോട്ടെ. അവരിങ്ങോട്ട് വരട്ടെ. വല്ലട്ട, എനിക്ക് ചോദിക്കാനുണ്ട്. ഇല്ലാത്ത കള്ളങ്ങളെല്ലാം പറഞ്ഞുണ്ടാക്കി അവരുടെ മോളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ആ കള്ളം കാരണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാ നടന്നത്? അവൾ ഒരുത്തി കാരണം എന്റെ അനിയൻ പോലും കുടുംബത്തിൽ നിന്ന് പുറത്തായി. നമ്മുടെ വീടിന്റെ സമാധാനം മുഴുവൻ പോയി. എന്നിട്ടും ഞാൻ ദേവിയെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളിക്കളയണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബാലേട്ട. അവള് ചെയ്ത തെറ്റിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കട്ടെ. 1-2 ആഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞവളെ തിരിച്ചു കൊണ്ടുവരാം. അതായിരുന്നു എന്റെ മനസ്സിൽ. നമ്മുടെ മോന്റെ ജീവിതം തകർത്തവരോട് പോലും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായതല്ലേ ബാലേട്ട? എന്നിട്ടിപ്പോ നമ്മളെ കുറ്റക്കാരാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും കേസ് കൊടുക്കേണ്ടത് നമ്മളല്ലേ? അവളുടെ മനസ്സിൽ നമ്മളോട് ഇത്രയും പകയുണ്ടായിരിക്കുന്നു ഞാൻ കരുതിയില്ല ബാലേട്ട. എന്റെ സ്വന്തം മോളെ പോലെ ഞാൻ സ്നേഹിച്ചതല്ലേ അവളെ? സ്റ്റേഷനിൽ കിടന്ന് കരച്ചിലും ഒച്ചപ്പാടൊന്നും വേണ്ട. ഇതേ നിങ്ങളുടെ വീടൊന്നും അല്ല. എല്ലാരും മിണ്ടാതെ അവിടെ നിൽക്കി. മാഡം, അപ്പച്ചി പറയുന്നത് വിഷമം കൊണ്ടാ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഇവിടെ ആരും പ്രസംഗിക്കണ്ട. ഞാൻ പറയുന്ന കേട്ടവിടെ നിൽക്കി. ഞാൻ കാരണമല്ലേ നിങ്ങളല്ല ഇതിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത്? നിങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് ഞാൻ കാരണോ? എന്താടാ നീ പറയുന്നത്? നീയും നമ്മുടെ കുടുംബവും ഈ അവസ്ഥയിൽ നിൽക്കാൻ കാരണക്കാരൻ ഞാനല്ലേ? എടാ, നിനക്കൊരു പ്രശ്നം വന്നാ അത് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമല്ലേ? എടാ, നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണോ നീ കരുതിയത്? മോനെ, നീ വിഷമിക്കണ്ട. ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട്. കേട്ടല്ലോ, ഏട്ടൻ സമാധാനപ്പെട്. ആ പോലീസുകാരുണ്ടല്ലോ, അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുറപ്പാ. പോലീസ് സ്റ്റേഷനായി പോയി